ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അലീനയും ബാലചന്ദ്രൻ മേനോനും കൂടി ചേർന്ന് കുളത്തൂപ്പുഴയിലുള്ള സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് കാറിലിരുന്ന് അലീന കരയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, മോളെ നിനക്ക് ഇത്രയും വിഷമമാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയത്? നീ അവിടുന്ന് പോകുന്നത് ഞങ്ങൾക്ക് ആർക്കും ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. നിൻ്റെ തീരുമാനമായിരുന്നു അവിടുന്ന് പോകണമെന്നുള്ളത്. നീ ഇത്ര സങ്കടപ്പെട്ട് ഇങ്ങനൊരു യാത്രയ്ക്ക് തുനിയേണ്ട കാര്യമില്ലായിരുന്നു മോളെ. ഇപ്പോഴും അച്ഛൻ മോളോട് ചോദിക്കുക, മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ അലീന പറയുന്നു, വേണ്ട അച്ഛാ, പോകാമെന്ന് ഞാൻ എടുത്ത ഒരു തീരുമാനം മേഡം വീട്ടിലോട്ട് തിരിച്ചു വരണമെന്ന് കരുതി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ച് വരുന്നില്ലെന്ന് തന്നെ പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, എന്തിനാ മോളെ, ആർക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? വായിച്ചയ്ക്ക് വേണ്ടിയോ അതോ എനിക്ക് വേണ്ടിയോ എന്നൊക്കെ പറയും. ആ സമയത്ത് അലീന പറയും, അച്ഛാ, ഞാൻ അനാഥാലയത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്കെൻ്റെ അമ്മയൊന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഈശ്വരൻ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ തന്നു. എനിക്ക് സ്നേഹനിധിയായ ഒരു അച്ഛനെ തന്നു, സ്നേഹമുള്ള 3 കൂടപ്പിറപ്പുകളെ കിട്ടി, എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ സാധിച്ചു. എനിക്ക് ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷത്തിലും അപ്പുറമല്ലേ അച്ഛാ എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആരുടെ ജീവിതത്തിന് ഒരു തടസ്സമായിട്ട് ഞാൻ ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് പറയും. എനിക്ക് ഏറ്റവും സങ്കടം എനിക്കെൻ്റെ അച്ഛനെ പിരിഞ്ഞു പോകുന്നതിനകത്ത് എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല അച്ഛാ. ലോകത്തൊരു മനുഷ്യരും ചെയ്യാത്തൊരു കാര്യം അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്തു തന്നെന്നൊക്കെ പറഞ്ഞ് അലീന അങ്ങ് വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രനും അലീനയുടെ സങ്കടം കണ്ടിട്ട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. സ്വന്തം അച്ഛൻ തന്നെയാണ് അലീന സംസാരിക്കുന്നത്. ഓരോ സ്ഥലത്തും അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുന്ന സമയത്ത് എനിക്ക് എന്തോരം സന്തോഷമുണ്ടെന്നറിയാവോ. അച്ഛനെന്ന് വിളിക്കാൻ ആഗ്രഹിച്ച് എനിക്ക് സ്വന്തം അച്ഛനെ തന്നെയാണ് എനിക്ക് ഈശ്വരൻ എൻ്റെ മുൻപിൽ കൊണ്ട് തന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് അലീന ഇങ്ങനെ കരഞ്ഞ് ചിരിച്ച പോലെയാണ് പറയുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനെ നോക്കി പറയും, നിൻ്റെ ഈ കള്ളച്ചിരി ഉണ്ടല്ലോ, ഈ ചിരി കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഭവിത പറയുന്നത് അച്ഛൻ്റെ മാനസപുത്രിയാണ് അലീന ചേച്ചിയെന്ന്. ആണോ എന്ന് പറയും. അല്ലേ, ഞാൻ അച്ഛൻ്റെ മാനസപുത്രി തന്നെ അല്ലയോ എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയും, ഞാനിപ്പം മോളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് മോൾക്ക് അറിയാമോ എന്ന് വയ്ക്കും. അത് കുളത്തുപുഴയ്ക്കെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അതെ, കുളത്തൂപ്പുഴയ്ക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ കുളത്തൂപ്പുഴയിൽ ആരുടെ വീട്ടിലോട്ടാണെന്ന് അറിയാമെന്ന് ചോദിക്കും. കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ടാണ് മോള് പോകുന്നതെന്ന് പറയും. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ അലീനയ്ക്ക് എവിടെയോ കേട്ടു മറന്ന ഒരു പേര് കണക്ക്. അലീന ചോദിക്കും, സ്റ്റാൻലി ജോസഫോ? ആ അതെ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അലീന പറയും, ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അച്ഛാ. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവും സ്വന്തം അച്ഛൻ്റെ പേരാണ് സ്റ്റാൻലി ജോസഫ് എന്ന്. അപ്പോൾ പറയുമ്പോൾ തന്നെ ബാലചന്ദ്രനും ആ ശ്രദ്ധ അങ്ങ് മാറും. അപ്പോഴത്തേക്ക് ഒരു ലോറി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ കാറിൽ ഇടിച്ചു തട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ആ വണ്ടി പാസ് ചെയ്ത് പോകുന്നത്. ആ സമയത്ത് പെട്ടെന്ന് അലീന അച്ഛാന്ന് വിളിക്കും. അപ്പം ബാലേന്ദ്രൻ്റെ ആ മൈൻഡ് സെറ്റ് പതുക്കെ അങ്ങ് തിരിച്ചു വരികയാണ്. അച്ഛൻ എന്തു പറ്റി? ഏയ് ഒന്നുമില്ല മോളെ, പെട്ടെന്ന് എൻ്റെ മനസ്സ് എങ്ങോട്ട് പോയെന്ന് പറയും. ഒരു കാര്യം ചെയ്യും, അച്ഛൻ വണ്ടി ഒതുക്കുക, നമുക്കിവിടെ എവിടെയെങ്കിലും അല്പനേരം നിന്നിട്ട് പോകാമെന്ന് പറയും. അങ്ങനെ ഒരു കാറ് സൈഡിൽ ഒതുക്കിയിട്ട് രണ്ടുപേരും പുറത്തിറങ്ങി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കും, സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ടാണ് മോളെ കൊണ്ടുപോകുന്നത്, അത് നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണെന്ന് പറയും. അച്ഛൻ്റെ അടുത്തേക്കോ? അതെ. അങ്ങനെ ബാലചന്ദ്രൻ ഗോവർദ്ധനുമായിട്ട് 2 ദിവസം മുന്നേ യാത്ര പോയ കാര്യവും സ്റ്റാൻലി ജോസഫിനെ അന്വേഷിക്കാൻ പോയ വിവരങ്ങളെക്കുറിച്ചൊക്കെ അലീനയോട് പറയുന്നുണ്ട്. അപ്പോൾ അലീനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് കൊണ്ടുപോകുന്നത്. ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങളിലാണ് നീ എത്തിപ്പെടേണ്ടത്, നിന്നെ എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് ബാലചന്ദ്രൻ സംസാരിക്കുന്നത്. കാരണം അമ്മയുടെ അടുത്ത് ഇത്രയും നാൾ നിന്നിട്ട് അമ്മയുടെ ഒരു സ്നേഹമോ വാത്സല്യമോ അനുഭവിക്കാൻ അലീനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് അറിയുന്ന ബാലചന്ദ്രൻ സ്വന്തം അച്ഛൻ്റെ സംരക്ഷണയിൽ തന്നെ അലീനയെ കൊണ്ട് ആക്കുകയാണ്. അത് അലീന അറിഞ്ഞ് തന്നെ പോകണം, അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അലീനയെ അവിടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അലീന അവിടെ ചെല്ലുമ്പോൾ അലീനയെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും സ്റ്റാൻലി ജോസഫ് അവിടെ ചെയ്തിരുന്നു. 23 വർഷത്തിന് ശേഷമാണ് സ്വന്തം മകൾ അദ്ദേഹം താമസിക്കുന്ന വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ അതിനുള്ള സാഹചര്യങ്ങൾ, എല്ലാവിധ വിഭവസമൃദ്ധമായ ഫുഡുകളും വീടൊക്കെ നല്ല അലങ്കരിച്ചൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ആ സമയത്ത് ആൻ്റപ്പനും പൗലോച്ചേട്ടനും പറയുന്നുണ്ട്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ആരായിരിക്കും വരാൻ പോകുന്ന അതിഥി, അല്ലെങ്കിൽ കേണൽ സാർ ഇത്രയും ഒരുക്കങ്ങളൊന്നും ഇവിടെ നടത്താൻ പറയത്തില്ല. അപ്പം അവർക്ക് ആർക്കും അറിയത്തില്ല. ആ സമയത്താണ് അലീനയും കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ മേനോൻ വരുന്നത്. ആ സമയത്ത് കാറിൽ നിന്ന് അലീന ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ മേനോനും ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് വീടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട്, കാരണം ഫസ്റ്റ് സമയത്ത് അവിടെ ചെന്ന സമയത്ത് കണ്ട വീടായിരുന്നില്ല, വളരെ നീറ്റായിട്ട് വളരെ അലങ്കരിച്ച് ഒരു അതിഥിയെ വരവേൽക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ആ വീടിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കാണുന്ന ബാലചന്ദ്രൻ മേനോനെ കാണുന്ന ആൻ്റപ്പൻ പറയുന്നുണ്ട്, ആ ഇതാര്
മേനോൻ സാറോ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതല്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ സാറായിരുന്നു ഇങ്ങോട്ട് വരുന്ന അതിഥി. എന്തെല്ലാം ഒരുക്കങ്ങളെന്നറിയോ കേണൽ സാറ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നതെന്ന് പറയും. അതിഥി ഞാനല്ല മറ്റൊരാളാണെന്ന് പറയും. അപ്പോഴാണ് അലീന കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അലീനയെ കാണുന്നതും എല്ലാവരും നോക്കി നിൽക്കുകയാണ്. കാരണം ആൻറ്റി ചേട്ടനും പൗലോസ് ചേട്ടനും നോക്കി നിൽക്കുന്നുണ്ട്. കാരണം കേണൽ സാറിൻ്റെ അമ്മയുടെ കണക്കാണ്. അപ്പം പൗലോസ് അവിടെ വന്നിട്ട് കുറച്ച് നാളായി. അപ്പം ഫോട്ടോയിലൊക്കെ സ്റ്റാൻലി ജോസഫിൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അപ്പം അലീനയെ കണ്ട അതുമായിട്ട് നല്ല സാമ്യം, നല്ല സിമിലാരിറ്റി ഉള്ളൊരു ഫേസാണ്. അപ്പോൾ പറഞ്ഞ് ഇത് കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കേണൽ സാറിൻ്റെ അമ്മയുടെ നല്ല മുഖച്ചലുണ്ടല്ലോ എന്ന് പറയും. ബന്ധുക്കളെങ്ങാനും ആയിരിക്കും എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരെയും സ്വീകരിക്കുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി അടുത്ത് ചെന്ന് പറയുന്നുണ്ട് 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ടെന്നും മേനോൻ സാറും ഒരു പെൺകുട്ടിയാണെന്നുള്ളത്. അങ്ങനെ അവരെ സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ മേനോൻ ചെറിയൊരു നീരസമുണ്ട്. കാരണം മകൾ ആദ്യമായിട്ട് താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് അദ്ദേഹം സ്വീകരിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നില്ലെന്നുള്ളൊരു നീരസമുണ്ട്. പക്ഷേ അത് അദ്ദേഹം കണക്കാക്കാതെ അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അലീനയും കൂട്ടി അകത്തോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് അകത്ത് വെച്ച് സ്റ്റാൻലി വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയും, മിസ്റ്റർ മേനോൻ, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന് നിങ്ങളെ സ്വീകരിക്കാത്തതിന് മേനോൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. കാരണം പുറത്ത് അതിൻ്റെ സർവൻറ്റ് നിൽപ്പുണ്ട്. കാരണം ഞാൻ ഓവറായിട്ട് ഇമോഷണൽ ചെയ്യുന്ന കണ്ട അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങോട്ട് വരാത്തതെന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്. അത് സാരമില്ലെന്ന് പറയും. അങ്ങനെ അലീന ഇങ്ങനെ നോക്കുകയാണ്. കാരണം ഒരു മിലിറ്ററിക്കാരനല്ലേ, കണ്ണൊക്കെ ചുവന്ന് ഒരു. കാരണം ബാലചന്ദ്രനെയും സ്റ്റാൻലിയെയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ സ്നേഹനിധിയായ ഒരു അച്ഛനായിട്ടാണ് ബാലചന്ദ്രൻ മേനോൻ അലീന ഇടപഴകുന്നത്. ഇത് ഒട്ടും പരിചിതമല്ലാത്തൊരു മുഖം, അതേ കണക്കൊരു രീതികളൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് ചെറിയൊരു ഭയം തോന്നുന്നുണ്ട്. അപ്പോൾ അലീനയെ വിളിച്ച് ഇരുത്തി അലീനയോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അലീനയ്ക്ക് ടേബിളിലൊക്കെ ഇഷ്ടംപോലെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ അലീന അങ്ങ് നിർബന്ധിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അലീന പേടിച്ച് ഇങ്ങനെ വിറച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അവിടെ ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലം, പിന്നെ ഒത്തിരി നായ്ക്കുട്ടികളൊക്കെ കിടപ്പുണ്ട്, വലിയൊരു വീട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പതർച്ച അലീനയ്ക്ക് ഉണ്ടായിരുന്നു. ബാലചന്ദ്രൻ മേനോൻ പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല മോളെ, നീ പേടിക്കേണ്ടെന്നാണ്. ബാലചന്ദ്രൻ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഇതേ സമയം തന്നെയാണ് നമ്മുടെ കമല സന്തോഷിച്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ ശിവശങ്കരനും നമ്മുടെ ഗംഗാധരൻ ചോദിക്കും, എന്താ കമലെ, നീ വളരെ സന്തോഷത്തിലാണല്ലോ. നിങ്ങൾ അറിഞ്ഞില്ലയോ, അലീന ആ വീട്ടിൽ നിന്ന് പോയി. എങ്ങോട്ട് പോയി? അത് ബാലചന്ദ്രൻ ഇവിടെ അവളെ കൊണ്ടുവന്നാക്കിയെന്ന് പറഞ്ഞു. നീ എങ്ങനെ വിവരം അറിഞ്ഞു? അത് ഇപ്പോൾ രഞ്ജുവിനെ വിളിച്ചിരുന്നു ബബിത, അങ്ങനെ അറിഞ്ഞാന്ന് പറയും. എന്തായാലും ശല്യം അങ്ങ് പോയല്ലോ എന്ന് പറയും. നിനക്കെന്താ ഇത്ര സന്തോഷം കമലെന്ന് ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്. അവൾ ഒരുത്തി കാരണം എൻ്റെ മോൻ ഹരി ജയിലിൽ കിടക്കുന്നത്. പിന്നെ എൻ്റെ മനുവിനെ അവൾ ഒന്ന് വലവീശാൻ നോക്കിയതാണ്. അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞില്ലേ അവൻ നടന്നത്. ഇവിടെ ജോലിക്കായിട്ട് വന്ന് നിന്നവളെ എൻ്റെ മരുമകളാക്കി ഞാൻ വീട്ടിനകത്തോട്ട് കയറ്റാം. ഈ കമല ജീവിച്ചിരിക്കുവാണെങ്കിൽ ഞങ്ങൾ ഒരു കല്യാണം നടക്കത്തില്ലെന്നൊക്കെ പറയും. എന്ന് പറയും, എന്ത് സ്വഭാവമാണ് നിൻ്റെ? അതെ, എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് സന്തോഷിച്ച് കമല പോവുകയാണ്. എന്ത് ചെയ്യാനൊക്കെ എങ്ങേട്ടാ, ഇവൾ ഒരിക്കലും നന്നാവത്തില്ലെന്ന് പറയും. അങ്ങനെ ഗംഗാധരൻ പറയും, ഹരിയുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഹരി ജയിലിൽ പോയത്, അതിന് അലീന എന്ത് പിഴച്ചു എന്ന് ശിവശങ്കരനോട് ചോദിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവേണ്ട ഗംഗേട്ടാ. പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. വെറുതെ എന്നും തല്ലും വഴക്കോട്ടെ എന്തിനാ, ഉള്ള ജീവിതം ജീവിച്ച് തീർക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് എന്തിനാ വെറുതെ അടിയാട്ടം നടക്കുന്നതെന്നൊക്കെ ഗംഗാധരനോട് ശിവശങ്കരൻ പറയുന്നുണ്ട്. അതിനുശേഷം വൈജയടുത്തും വന്ന് പറയുന്നുണ്ട്, വൈജയ് നീ ഒരു കാര്യം പറഞ്ഞു, എന്താ കമലെടുത്തി? അലീനയില്ലേ, അവൾ ആ വീട്ടിൽ നിന്ന് പോയെന്ന് പറയും. എങ്ങോട്ട് പോയി? ബാലചന്ദ്രൻ എവിടെ അവളെ കൊണ്ടുവന്ന് ആക്കാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം രഞ്ജുവിനെ വിളിച്ചിരുന്നു, അവളെ ബബിത വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തിക്ക് അങ്ങ് ഭയങ്കര സന്തോഷവും. വൈജ പറയാം, എന്തായാലും നാശം പിടിച്ചോളൂ അവിടെ നിന്ന് പോയല്ലോ, അത് തന്നെ എനിക്ക് സന്തോഷമായത്. എത്ര നാളുകൊണ്ട് അവൾ പോകണമെന്ന് എത്തുന്നതാണ്. എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ടല്ലേ കമലേട്ടത്തി അവൾ അവിടെ നിന്ന് പോയത്. അല്ലെന്നുണ്ടെങ്കിൽ അവൾ ജന്മം പോത്തില്ലായിരുന്നു, അട്ട പിടിക്കുന്നവരൊക്കെ പിടിച്ച് കിടന്നതല്ലായിരുന്നു. എന്തൊക്കെയായിരുന്നു, ജോലിക്കായിട്ട് കയറി വന്നിട്ട് അവൾ ബാലേന്ദ്രനെ കയറി അച്ഛാന്ന് വിളിക്കുന്നു. പിന്നെ അയാൾക്ക് തങ്കശ്ശേരി ഏതോ ഒരു ചട്ടക്കാരിയിലുണ്ടായ മകളാന്ന് പറയുന്നു. പിന്നെ പറയുന്നു അത് മകളല്ല. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറഞ്ഞത് അവളെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി. എന്തായാലും അങ്ങ് പോയല്ലോ. അപ്പോൾ കമല പിന്നെ എരിയേറ്റി കൊടുക്കുകയാണ്, വൈജയ് ഇനി ഒരു കാരണവശാലും നീ പിടിവിട്ട് കൊടുക്കരുത്. ഇനി ഒരു കാരണവശാലും അവൾ ആ വീട്ടിലൂടെ തിരിച്ചു വരാൻ സമ്മതിക്കരുത്. ആരൊക്കെ എന്തൊക്കെ പ്രലോഭനങ്ങൾ പറഞ്ഞാലും നീ അവളെ തിരിച്ച് വീട്ടിൽ കയറ്റരുത്. നിൻ്റെ ഒരു കഴിഞ്ഞാണ് എപ്പോഴും ആ വീട്ടിൽ വേണം. നീ കുറച്ച് അയഞ്ഞു കൊടുത്തുകൊണ്ട് അവൾ നിൻ്റെ വീട്ടിൽ പിടിമുറുക്കിയത്. അതുകൊണ്ട് നീ ഇനി എന്ത് സംഭവിച്ചാലും നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യരുത്, അവളെ തിരിച്ചു വന്ന് അവളെ അങ്ങോട്ട് കയറ്റുകയും ചെയ്യണമെന്ന് പറയും. ഇല്ല കമലേട്ടത്തി, ഇനി ഈ വൈജ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അലീന നെടുമ്പുരക്കൽ വീട്ടിൻ്റെ പടി കയറത്തില്ലെന്ന് പറയും. അപ്പം കമലയ്ക്കങ്ങ് സന്തോഷവും, കാരണം തിരിച്ച് വൈജയന്തി ഇങ്ങോട്ട് വരത്തില്ലല്ലോ എന്നുള്ള സമാധാനമുണ്ട്. കുടുംബ വീടായ കാരണം വന്ന് നിന്നാലും ഒന്നും പറയാനും പറ്റത്തില്ല, ഷെയർ കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു നീരസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും വൈജയന്തിയെ എരി കയറ്റി തിരിച്ചങ്ങ് നെടുമ്പുരകൽ വീട്ടിലോട് പറഞ്ഞു വിടണമെന്നാണ്
കമലയുടെ ആഗ്രഹം. അതുപോലെ തന്നെ വൈജയന്തി അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ബാഗെല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്യും. പാക്ക് ചെയ്തതിന് ശേഷം ശിവശങ്കരൻ അവിടെ നിൽക്കുന്ന സമയത്ത് പറയും, ശിവേട്ട എനിക്ക് വീട്ടിലോട്ട് പോകണമെന്ന് പറയും. വീട്ടിലോട്ട്? ആ അതെ, എൻ്റെ വീട്ടിലോട്ട്. എന്താ ഇപ്പം പെട്ടെന്ന്? അവളില്ലേ അലീന, അവളവിടുന്ന് പോയി. അവളവിടുന്ന് പോകാൻ വേണ്ടിയാണല്ലോ ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് പറയും. ഇത് നിനക്ക് നേരത്തെ ആവായിരുന്നില്ലേ വൈജയെന്ന് ചോദിക്കും. അതെങ്ങനെയാ? ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൾ അവിടുന്ന് പോകത്തില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നതുകൊണ്ട് മാത്രമല്ല അവൾ അവിടുന്ന് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണമെന്ന് പറയും. എന്നാ നീ പോകുന്നത്? അല്ല ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പം തന്നെ പോവാം, ശിവേട്ടൻ എന്നെ ഒന്ന് കൊണ്ടുവിടാമെന്ന് ചോദിക്കും. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്കിൽ നീ റെഡിയാവാൻ പറയും. അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വൈജ പെട്ടെന്ന് സാരിയൊക്കെ എടുത്തു കൊടുത്ത് ശിവശങ്കരൻ കൊണ്ടുചെന്ന് വൈജയെ കൊണ്ടുവന്നാക്കുകയാണ്. ആ സമയത്ത് വൈജ നല്ല സന്തോഷം വരികയാണ്, അവൾ അവിടെ നിന്ന് പോയല്ലോ. അപ്പം നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ സ്കൂളിലും കോളേജിലും പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെയൊക്കെ കാണാമല്ലോ എന്ന് കരുതി അങ്ങനെ അങ്ങോട്ട് ചെല്ലുകയാണ്. പക്ഷേ പ്രതീക്ഷിച്ചത്ര സ്വീകരണമൊന്നും ആയിരുന്നില്ല വൈജയ്ക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ വൈജ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ കുട്ടികളൊന്നും ആരും പുറത്തൊന്നും കാണത്തൊന്നുമില്ല. ബാലചന്ദ്രൻ മാത്രം ഇരുന്ന് ഇങ്ങനെ പത്രമൊക്കെ വായിക്കുന്നുണ്ട്. വൈജയെ കണ്ടിട്ട് ഒരു കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. ആ സമയത്ത് കാറിൻ്റെ ഇത് കേട്ടിട്ട് രോഹിത് അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അല്ല ഇതാര്, അമ്മയോ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണജി അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്താ പെട്ടിയൊക്കെ ആയിട്ട്? ഇവിടെ സ്ഥിരതാമസമാക്കാൻ വന്നതാണോ? എന്താടി ഞാനിങ്ങോട്ട് വരും നീ പ്രതീക്ഷിച്ചില്ലേന്ന് ചോദിക്കും. അല്ല ഇവിടുന്ന് പോയത് കണ്ടപ്പോൾ ഞാൻ കരുതി തിരിച്ചു വരത്തില്ലായിരിക്കുമെന്ന്. അങ്ങനെയൊന്നും ആരും കരുതണ്ട. അങ്ങനെ പെട്ടിയൊക്കെ എടുക്കുമ്പോൾ രോഹിത്തിനെ പറയും, എടാ ഈ പെട്ടിയൊക്കെ എടുത്തൊന്ന് അകത്തോണ്ട് വെക്കും രോഹിത്തെ എന്ന് പറയും. ഇതൊക്കെ അമ്മ ഒറ്റയ്ക്കല്ലേ ഇവിടുന്ന് കെട്ടിച്ചമ്മന്ന് അങ്ങോട്ട് കൊണ്ടുപോയത്, ഇനിയിപ്പോൾ തിരിച്ചെടുക്കാൻ ഞങ്ങളൊക്കെ വേണമെന്ന് ചോദിക്കും. നീ പറയുന്നത് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. പിള്ളേർക്കൊന്നും വലിയൊരു സ്നേഹമൊന്നും കാണിക്കുന്നില്ല. കാരണം സാധാരണ ഒത്തിരി ദിവസം ഈ വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്ന ഒരു സ്നേഹപ്രകടനമൊന്നും ഇല്ല. ആരും വലിയ മുഖമൊന്നും കൊടുക്കുന്നില്ല. അപ്പം ബാലേന്ദ്രനെ ഇങ്ങനെ വൈജ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ഒരു മുഖം പോലും കൊടുക്കുന്നില്ല. അങ്ങനെ പത്രം ഇരുന്നങ്ങ് വായിക്കുകയാണ്. അപ്പോൾ പറയും, ഇതെന്തോ പല പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ പത്രം ഇരുന്നങ്ങ് വായിച്ച് തകർക്കുവാണല്ലോ എന്ന് പറയും. അപ്പോഴും ബാലേന്ദ്രൻ ഒന്നും മിണ്ടത്തില്ല. ശിവശങ്കരനെ ചോദിക്കും, അല്ല എന്താ ബാലേന്ദ്ര ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഓ ഒന്നുമില്ലേ, സ്വർണത്തിൻ്റെയൊക്കെ വിലയുടെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാ എന്നൊക്കെ പറയും. അങ്ങനെ ശിവശങ്കരനും വൈജയന്തിയും കൂടി വീട്ടിലോട്ട് കയറുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.